അപ്പോഴാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അതെ നമുക്ക് ഒരുമിച്ചൊരു നാടകം ചെയ്യണം, ഒരു പാവകളി നാടകം ചെയ്യാന്നുള്ള ഇതില്. ഞാനപ്പോ ഓക്കെ പിന്നെന്താ. നമ്മൾ ഫാസിസത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മെയിൻ പ്രൊപ്പഗാൻഡ നമ്മൾ അതിനെ വളരെ ശക്തമായിട്ട് കലകളിൽ കൂടെ എതിർക്കുന്നുണ്ട്. അതേ കല ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഉള്ളിലുള്ള ഫാസിസത്തിന് തിരിച്ചറിയാതെ കലയിലൂടെ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ അവരുടെ വർക്ക് ഓഫ് ആർട്ട് കാണുന്ന സമയത്ത് വാവ് ഗ്രേറ്റ് ബ്രില്യൻ്റ് ആർട്ട് വർക്ക് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ റിഹേഴ്സൽ സ്പേസുകളാവട്ടെ, അവിടെയുള്ള ശാഠ്യം പിടിക്കൽ അല്ലെങ്കിൽ അവിടെയുള്ള മനസ്സിലാക്കാതിരിക്കലുകളുണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. പെരുമാറ്റം നാടകമാണ്, എല്ലാവരും പെരുമാറ്റം. നമ്മളും നാടകം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വല്ലാത്തൊരു ഭ്രാന്തുണ്ട് എനിക്ക് നാടകം. ഇതേ ഭ്രാന്തുള്ള ഒരാളെ ഞാൻ കാണുന്നത് കൊളോക്കിയലി ഭ്രാന്ത് എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്പാർക്ക്, ഒരു വൈബ്രേഷൻ, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവുന്ന റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് സ്റ്റേജിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒരു ബൈക്ക് യാത്ര രാത്രിയിൽ, ഫുൾ മഴയൊക്കെ പെയ്തിട്ട്. അപ്പൊ അന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചു, നിർത്തുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെയുള്ള ത്രൂ ഔട്ട് മഴയില് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. കേരളത്തിലെ നിലവിലെ അവസ്ഥ വെച്ചൊരു അങ്ങനെ പ്രണയത്തിനെ പറ്റിയിട്ട് കവിത എഴുതും, പ്രണയത്തിനെ പറ്റി വലിയ സിനിമ എടുക്കും, പ്രണയത്തിനെ പറ്റി വലിയ വലിയ വായിൽ വർത്താനം പറയും. രണ്ടുപേരും മുമ്പിൽ നിന്ന് പ്രണയിക്കുന്നവർ കൈപിടിച്ച് നടക്കാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ്. സ്വാഭാവിക റിയാലിറ്റിയാണത്. ഒരു പൊളിറ്റിക്കലി ഞങ്ങൾക്കൊരു ഇതിൻ്റെ അകത്തുണ്ടായോന്നുള്ളൊരു ബോധ്യമുണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് പരിഹരിക്കാം, എന്തിനു വേണമെങ്കിലും പരിഹരിക്കാം. ഏത് മതവിശ്വാസത്തിനാണെങ്കിലും രാജ്യസ്നേഹത്തിനാണെങ്കിലും നമുക്ക് പരിഹരിച്ചെടുക്കാം. പക്ഷെ ജാതിയെ തൊട്ട് കളിക്കാൻ പറ്റില്ല. ജാതി പ്രാക്ടീസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ജാതി പ്രാക്ടീസ് ചെയ്യേണ്ട ഇടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മാറ്റി ഒഴിവാക്കുക. അപ്പൊ അതിനെ ഞങ്ങൾക്ക് മറികടക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി നാടകം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഒളിച്ചോടി പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ഏതെങ്കിലും കൂട്ടിൻ്റെ ഉള്ളിൽ താമസിച്ച് ആരും കാണാണ്ട് ഒടുങ്ങേണ്ടി വരും. അങ്ങനെ ഒടുങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്ത പേരാവാനായിട്ട് താല്പര്യമില്ല. ആദ്യം ഒരു സീനാണ് ഇംപ്രൂവൈസ് ചെയ്ത് തുടങ്ങി. കടൽക്കരയിൽ ഇരുന്ന് ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ആവുന്ന ഒരു പാർട്ട്നേഴ്സ്. അവിടുന്ന് ഡയലോഗുകൾ ഇങ്ങനെ തുടങ്ങുന്നു. കടൽ നോക്കിയിരിക്കുകയാണ് ആദ്യത്തെ ഡയലോഗ്, ഉപ്പ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഞാനും അവളിപ്പോ കല്യാണം കഴിച്ചല്ല, ഡിവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും നാടകം കളിക്കുക. കല്യാണം കഴിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികളെ ഭയങ്കര രസമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, കുട്ടികളുടെ ഭാഷ അറിയാവുന്ന ഒരാളാണ് ഞാൻ. കോ പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് അമ്മയുടെ മാത്രം പണിയല്ല. ഇവര് അധികാരികളാണ്. ഇവരുടെ മുമ്പിൽ പോയിട്ട് നമ്മള് എനിക്ക് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഞാൻ നിൽക്കില്ല. ഈ മെയിൽ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ശാഠ്യം പിടിച്ചു നിന്നുകൊണ്ട് സ്ത്രീപക്ഷം പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഈ ലോകത്ത് ആഞ്ഞു വീശുന്ന തണുത്ത കാറ്റിൽ അറിയാതെ ഒന്ന് വീണു പോയതാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. അവരൊക്കെ ഈ തണുത്ത് മരവിച്ച കാറ്റിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടി സ്വപ്നം കാണണം. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ, ഈ തണുത്ത കാറ്റിനെ ചൂട് പിടിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. സനോജും മാളും, മാമോയും മാളും അങ്ങനെയാണോ? ഓക്കെ. പപ്പിസറ എന്ന് പറയുന്ന നിങ്ങളുടെ നാടകം ഇറ്റ്ഫോക്കിലാണ് ഞാൻ കണ്ടത്. അതിന് മുമ്പ് ഇപ്പൊ 25 എന്ത് തോന്നി കണ്ടപ്പോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇപ്പൊ നാടകത്തിന് നമുക്ക് പലതരത്തില് കാണാലോ. ഇത് ഭയങ്കര പേഴ്സണൽ എലമെന്റ്സ് ഒക്കെ നാടകത്തിൽ വരും, അറിയാം നമുക്ക്. അത് ആക്ടേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സിന്റെ ആണെങ്കിലും പേഴ്സണൽ എലമെന്റ്സ് ഒക്കെ അതിനകത്ത് വരും. പക്ഷെ ഇത് വേറെ തരത്തിലുള്ളൊരു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ തന്നെ ഇതിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നാടകം. അതിനെ പറ്റിയുള്ള റൈറ്റപ്സ് ഒക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ വിവാഹം നടക്കുന്നത് അതിനോട് കൂടിയാണ്.
അങ്ങനെ ഒരുപാട് മറ്റു നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് പാപ്പി സാറാന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം, അതൊക്കെ ഒന്ന് പറയോ? ബാലമാമൻ എല്ലാവർക്കും നാടക സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ആളുകൾ കുട്ടികളായിരിക്കും. കുട്ടികളുടെ നാടകവേദിയിലെ കുട്ടികളെ സ്കൂളുകള് ക്യാമ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടിത്തുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പിന്നെ അങ്ങനെയുള്ള ഞങ്ങളും തുടക്ക സമയത്ത് ഏകദേശം 6 കൊല്ലം മുമ്പല്ലേ കുട്ടികളായിരുന്നു ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്ന സമയത്ത്. എവിടെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ. ഓക്കെ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ചിട്ടല്ല കേട്ടോ. അല്ല, ഫസ്റ്റ് മീറ്റിംഗ് അവിടെ നിന്നാണ്. ഞാൻ മാളുവിനെ കാണുന്നത് മാളുവിന്റെ മേരി ക്യൂറി എന്ന് പറഞ്ഞിട്ടുള്ള നാടകമുണ്ട്. അതിൽ മേരി ക്യൂറി ആയിട്ട് അഭിനയിച്ചത് മാളുവാണ്. അപ്പൊ രസമായിട്ട് ചെയ്തു തരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ നാടകം കൊണ്ട് ഭ്രാന്ത് പിടിച്ചടക്കുന്ന ഒരുത്തി. അതേ ഭ്രാന്ത് എനിക്കുണ്ട്. അങ്ങനെ ഒരാൾ തേടി നടക്കുമായിരുന്നു. കൊള്ളാലോ, അങ്ങനെ ഭയങ്കര കൗതുകം തോന്നി. അപ്പൊ നാടകത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ എന്റെ കാര്യം പറയട്ടെ ഏട്ടാ, ഞാൻ ചെറുപ്പം തൊട്ടേ ഈ നാടകം കളിച്ച് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കളിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കളികളിൽ മികച്ച കളി ഏതാന്നുള്ളത് കണ്ടുപിടിച്ചാണ് ഞാൻ നാടകം കളി എന്നുള്ളത്. അപ്പൊ നാടകത്തിനോട് ഭയങ്കര പ്രാന്തായി മാറി. പിന്നെ നാടകത്തിന് വേണ്ടിയിട്ട് വീടും ഊണും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു നല്ല ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓട്ട. അപ്പൊ അത്ര ഇഷ്ടമുള്ള വീട് തൃശ്ശൂർ ചേറൂരാണ് വീട്. പഠിച്ചതൊക്കെ സ്കൂള് വിവേകോദയത്ത് പഠിച്ചിട്ടുണ്ട്. ചേറൂര് NSUP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതല്ലാത്ത നാടകങ്ങൾ ഒരുപാട് നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അക്കാഡമിക്കലായിട്ടുള്ള അങ്ങനത്തെ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. എനിക്ക് കളിച്ചു പഠിക്കാനേ പറ്റുള്ളൂ. പഠിച്ചു പഠിക്കില്ല എനിക്ക് നടക്കണ കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ നാടകം കളിച്ച് എന്റെ ജീവിത പഠനം നടന്നത് നാടകക്കളിയിലൂടെയാണ്. കളിച്ച് കുട്ടികളുടെ ഒപ്പം കളികൾ പഠിക്കുന്നു, കളികൾ തേടുന്നു, കുട്ടികൾക്കായിട്ടുള്ള പല 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 അവസ്ഥകൾ. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കാത്ത കാര്യങ്ങൾ നാടകങ്ങളിൽ വന്നപ്പോൾ ക്യാമ്പുകളിൽ കൂടെ ഞാൻ അന്നോട്ട് ഇങ്ങനെ അറിയിച്ചു തുടങ്ങി. എൻ്റെ ലൈഫ് വീണ്ടും ഒരു 10, 16, 17 വയസ്സിൽ തൊട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ അക്ഷരാഭ്യാസം എടുത്തുകൊണ്ട് ഒരാളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ നാടകം കൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെ വല്ലാത്തൊരു ഭ്രാന്തുണ്ട് എനിക്ക് നാടകത്തിൽ. ഇതേ ഭ്രാന്തുള്ള ഒരാളെ ഞാൻ കാണുന്നത് മാളുക. ഇത് എങ്ങനെ പറയണ്ടെന്നല്ല, അതൊരു ഭ്രാന്ത. നാടകക്കാർക്ക് മനസ്സിലാവുന്ന മാത്രം ഒരു ഭ്രാന്ത. നാടകത്തിനോടുള്ള ഒരു ഇഷ്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും നമ്മൾ ഉപേക്ഷിക്കും. നാടകത്തിന്. കാരണം ആ ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളാണോ സ്ട്രെസ് എടുത്ത്, എത്രത്തോളം സ്ട്രെയിൻ എടുത്ത് ജീവിതം കൊണ്ട് തന്നെ ഇങ്ങനെ കുട്ടിരിക്കുട്ടുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു പെയിൻ എന്നല്ല, ഒരു സുഖമുണ്ട്. എത്ര വിഷമം ഉണ്ടാകുമ്പോഴും അതൊക്കെ മാറ്റി വെച്ചിട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് നമ്മളെ പറയുന്ന പോലെ ഒരു പുതിയ മനുഷ്യരാക്കി തീർക്കും. അപ്പൊ ആ ഇടം തരുന്നൊരു സ്വാതന്ത്ര്യം. അപ്പൊ ഈ ഇടത്തുനിന്ന് എനിക്ക് മാറല് എന്നെ സംബന്ധിച്ച് സാധ്യമല്ല. അപ്പൊ എനിക്ക് അതേ എനർജി ഉള്ള ഒരാളെ തന്നെ എനിക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ഭയങ്കര ഫ്ലോപ്പ് ആവും. കാരണം അതേ എനർജി ഇല്ലാത്ത അസാധാരണക്കാര എന്നാലും വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന മനുഷ്യന്മാരെ കൂട്ടിയിട്ട് ഞാൻ വലിയ നാടകക്കാരനാണ്, വലിയ കലാകാരനാണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത. അപ്പൊ എനിക്ക് ചേരുന്നതിനപ്പുറത്ത് എൻ്റെ സാഹചര്യങ്ങൾക്ക് ചേരുന്ന, എൻ്റെ ഇഷ്ടങ്ങൾക്ക് ചേരുന്ന, ഇത് എല്ലാം തിരിച്ചും സാധ്യമാവുന്ന ഒരാളെ ഞാൻ കണ്ടുമുട്ടിയത് മാളുവില്ല. അതേ ഭ്രാന്തുണ്ടായിരുന്നു മാളുവിന്. തികച്ചും. അതായത് ഇപ്പോൾ മാമ പറഞ്ഞ പോലെ മാമയ്ക്ക് അക്കാഡമിക്സിലുള്ള അനിഷ്ടം അല്ലെങ്കിൽ കളികളോടുള്ള താല്പര്യം കൂടുതലെന്ന് പറയുന്നല്ലോ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റഡീസ് ആയിട്ടുള്ള എന്നെയൊക്കെ ഓക്കെ, അമ്മയുടെ ഒക്കെ വിചാരം ഇവള് പഠിച്ചൊരു നിലയിലൊക്കെ എത്തും എന്നുള്ള പഠിപ്പിസ്റ്റ്. അപ്പൊ അതിന്ന് പക്ഷെ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് ഒരു ക്യാരക്ടറായി മാറിക്കഴിഞ്ഞപ്പോൾ എന്താ പറയാ, മറ്റേ നമുക്ക് ദിവ്യശക്തി കിട്ടുക എന്ന് പറയുന്നത്. അതെപ്പോഴാണ് ആദ്യത്തെ പെർഫോമൻസ് വരുന്നത്? അത് ഒരു 2016-17 ഒരു സ്ട്രീറ്റ് പെർഫോമൻസ്. അന്ന് രോഹിത് വെമുല വിഷയമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കലാഗാഥ. അപ്പം അതിൽ കുറേ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അന്ന് തെയ്യത്തിൻ്റെ ഒരു ഇനാക്ട്മെൻ്റ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അന്ന് നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഇപ്പോൾ മാമ പറഞ്ഞ പോലെ കിട്ടുന്ന ഒരു പ്രാന്തുണ്ടല്ലോ, അതിന് അത് നമ്മളിപ്പോൾ അലങ്കാരികമായില്ല കൊളോക്കിയലി പ്രാന്ത് എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്പാർക്ക്, ഒരു വൈബ്രേഷൻ, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവുന്ന റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് സ്റ്റേജിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
പറഞ്ഞ പോലെ ഈ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവാണ്. അതിനു മുമ്പ് അപ്പോ ഒന്നും സ്റ്റേജിൽ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലും നാട്ടിലും ഒക്കെ മാതൃകാപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം നാടകത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അത്. അപ്പൊ അതിങ്ങനെ പീക്കിലെത്തി ഞാൻ പിന്നെയുള്ളതെല്ലാം നാടക അന്വേഷണങ്ങളായിരുന്നു. അതിലുള്ള സുഹൃത്തുക്കളെ അന്വേഷിക്കുക, അവരെ ഫോളോ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നതും. പിന്നെ ഇതിന്റെ ഒരു കോയിൻസിഡൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നാടകപ്രാന്ത് മാമോ കാണുന്നത് ബേരിക്യൂറി എന്ന് പറയുന്ന നാടകത്തെയാണ്. അതും സംവിധാനം ചെയ്തത് അലിയാർ അലിയാണ്. അപ്പോ പാപ്പിസോറയുടെ അതേ ഡയറക്ടർ. പിന്നീട് ആൾക്ക് അന്ന് അവിടുന്ന് സ്പാർക്ക് ഉണ്ടായി. ഓക്കെ, ഇദ്ദേഹത്തിന് നാടകഭ്രാന്തുണ്ട്, ഈ ആള് കൊള്ളാന്നുള്ള. പക്ഷെ ഞാൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വളരെ നിഷ്കളങ്കയായി. നമ്മുടെ സീനിയേഴ്സ് ആണല്ലോ. ഞാൻ അപ്പോ ട്രാപ്പ് ചെയ്തല്ല, പക്ഷെ അതിന് അതെ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോ നമുക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും ഒരു സീനിയർ ബഹുമാനം, അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടികൾ എന്നൊക്കെ കാണുന്ന രീതിയിലുള്ള റെസ്പെക്ട് ഒക്കെ ആയിരുന്നു ആദ്യം. സ്കൂളിൽ ജോയിൻ ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ഈ പറഞ്ഞ മാതിരി അത് ഭയങ്കര ദാരുണമായ അനുഭവങ്ങളിലൂടെ. അതെ അതെ, എന്താ പറയാ, മെന്റൽ ഹോസ്പിറ്റലിൽ വരെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ അനുഭവങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല വീട്ടില്. ഇല്ലില്ല, അത് വേറൊരു കണ്ടീഷനാണ് വീട്ടുകളിലുള്ള. അതെ, അപ്പോ പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഓരോ നാടകക്കാരും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ പിടിച്ചു വലിക്കുക എന്ന് പറയുന്ന ഫാമിലി സൊസൈറ്റി എന്ന് പറയുന്ന നാടകമൊന്നും പറ്റുന്ന പ്രൊഫഷൻ അല്ല എന്ന് പറയുന്നത് നമ്മൾ വരുന്നത്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അവിടെ തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്തോളൂ, ഫ്രഷ്ലി ജോയിൻ ചെയ്തോളൂ. അപ്പോഴാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, അതെ നമുക്ക് ഒരുമിച്ചൊരു നാടകം ചെയ്യണം, ഒരു പാവകളി നാടകം ചെയ്യാന്നുള്ള ഇതില്. ഞാനപ്പോ ഓക്കെ പിന്നെന്താ, നമ്മള് മാമ അപ്പൊ തന്നെ പപ്പറ്റിയർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ ആളെ പോലുള്ള ഒരു സീനിയർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ്, വാവ് അടിപൊളി. പക്ഷെ അതിന് പിന്നിൽ പല കൂടുതൽ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സതീഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട്, ആളൊരു ഡോക്യുമെന്ററി ഡയറക്ടർ ഒക്കെയാണ്. അപ്പൊ ആളുടെ സ്പേസിലാണ് നമ്മൾ ആദ്യമായിട്ട് ഗ്യാദർ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ അപ്പൊ ഞാൻ ഓക്കെ നമ്മൾ ഇതാ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്നു, പപ്പറ്റ് പ്ലേ ചെയ്യാൻ പോകുന്നു. സതീഷ് ചേട്ടനെ പറ്റിട്ടൊന്നും പറയണ്ട. അതായത് ഞങ്ങൾ പ്രേമം തുടങ്ങിയിരുന്ന സമയത്തൊക്കെ കേരളത്തിലെ നിലവിലെ അവസ്ഥ വെച്ചൊരു അങ്ങനെ പ്രണയത്തിനെ പറ്റിയിട്ട് കവിത എഴുതും, പ്രണയത്തിനെ പറ്റി വലിയ സിനിമ എടുക്കും, പ്രണയത്തിനെ പറ്റി വലിയ വലിയ വായിൽ വർത്താനം പറയും. രണ്ടുപേരും മുമ്പിൽ നിന്ന് പ്രണയിക്കുന്നവർ കൈപിടിച്ച് കണക്കാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഒരു കൂട്ടം ആൾക്കാരാണ്. സ്വാഭാവിക റിയാലിറ്റിയാണത്. അപ്പൊ നമുക്കുണ്ടാവും അങ്ങനെ ഞങ്ങൾ കയ്യും പിടിച്ച് ഞങ്ങളെ ഒരുപാട് ആളുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരുപാട് മോശം അനുഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ അതിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒതുക്കുകയാണ്, സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇത് സ്വീകരണം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഈ സതീഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. സതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവലറാണ് ആള്. ഭയങ്കര രസമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതേപോലെ ഞങ്ങളെ മേലുള്ള കുട്ടികൾ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഒരു വലിയൊരു പവറാണ് ഈ സതീഷ് ഏട്ടൻ്റെ മേലുള്ള വ്യക്തി. അപ്പം അങ്ങനെ സതീഷ് ഏട്ടൻ ഞങ്ങൾക്ക് തന്നെയായിട്ടുള്ള ഇടമാണ്, അല്ലെങ്കിൽ ആ തണലാണ്. സത്യത്തിൽ ഞങ്ങൾ വീണ്ടും ഓക്കെ ഇനിയും തണലുകൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതിനെന്തെങ്കിലുമൊക്കെ കാരണമാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചില പൂവുകൾ ഇരിക്കുക, ചില ഇലകൾ തളിർക്കുക, അപ്പോൾ അതൊരു തണലായി മാറുന്നുള്ള അതേപോലുള്ള ഏറ്റവും മൈന്യൂട്ടായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കാര്യത്തിനെ വളർത്താൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ പാപ്പിസോറിന്റെ പ്രധാന ഒരു കാരണക്കാരൻ സതീഷേട്ടനും കൂടിയാണ്. അത് പറയാതിരിക്കാൻ പാടില്ല. നമ്മൾ അവിടുന്ന് തുടങ്ങി, സതീശന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു ഈ പറയുന്ന മാതിരി ഒരു ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ഒരു എന്താ പറയാ യങ്സ്റ്റേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഫാമിലിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 5-6 വർഷവും നമ്മൾ ഒരുപാട് ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട്, അത് സ്പേസ് നമുക്ക് തരുന്നത് തിയേറ്റർ എന്ന് പറയുന്ന ഇടം മാത്രമാണ്. അതല്ലാതെ നമ്മൾ മിക്കവാറും വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു നെറ്റിച്ചുളിവ് അല്ലെങ്കിൽ ഒരു അനിഷ്ടം നമ്മൾ ഫീൽ ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അന്നേ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിനൊന്നും മറികടക്കണം. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ സ്വാഗതം ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകൾ. ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങളുടെ സ്വന്തം വീടുകളിലെ അവസ്ഥ എങ്ങനെയാണ്?
മോശം അവസ്ഥയായിരുന്നു. അവരും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ളതൊന്നും മുക്തല്ല. അത് എന്റെ വീടിന്റെ പ്രശ്നമായിട്ട് മാത്രം ഞാൻ കരുതുന്നില്ല. അവരാ വീട്ടിൽ മാത്രമല്ല ജീവിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന അവിടെ നിങ്ങൾ താമസിക്കാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അവിടെ നോ എൻട്രി ഏരിയ ആണ്. അതിന് വേണ്ടിയാണ് നമ്മള് മാരേജ് എന്ന് കല്യാണം കഴിച്ചിട്ട് വന്ന് പറഞ്ഞിട്ടാണ് അവര് നിൽക്കണ്ടായിരുന്നത്. അതവരും കുറ്റം വേണ്ട. അത് അവരും പേഴ്സണലുള്ള പ്രശ്നമല്ല. എന്റെ വീടിന്റെ മാത്രം അവരുടെ വീടിന്റെ മാത്രം പ്രശ്നമല്ല. അതൊരു സൊസൈറ്റിയുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണ് അവർ നിൽക്കുന്നത്. അതിന്റെ എല്ലാ സോഷ്യൽ മൊറാലിറ്റിയും അവര് പിടിക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്നുള്ളൊരു വളർച്ച അവർക്ക് എപ്പോഴാണോ ഇങ്ങനെയൊക്കെയാണ്. നാടൻ കളിച്ചൊക്കെ കൂടിയാണ് സ്വാഭാവികമായിട്ട് നമ്മളും അവരും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കഥ തുടരും. കഥ തുടരുത്. അപ്പോ അവിടെ നമ്മള് എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ തുടങ്ങുന്ന സമയത്ത് അത് പാവയിലൂടെ തന്നെയാ. ബോഡി പപ്പറ്റിന്റെ ഭയങ്കര എക്സ്പ്ലോറേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ ഞാനിത് ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റും അത് ആദ്യമായി ചെയ്യാൻ പോകുന്നതിന്റെ ത്രില്ലും. 2 ദിവസം കഴിഞ്ഞപ്പോ പപ്പട്രിയൊക്കെ അങ്ങ് സൈഡിലായി. പിന്നെ നമ്മുടെ ജേണി അതൊരു 3-4 മാസം കഴിഞ്ഞു അങ്ങനെ പോയി. അപ്പോഴാണ് ഈ സതീഷേട്ടൻ വളരെ ടെറിബിൾ ആയിട്ടുള്ള ഒരു ആക്സിഡന്റുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ ആ സമയത്ത് സതീഷേട്ടന്റെ വീട്ടിൽ വെള്ളമൊക്കെ കയറി, കുറുമാലി അവിടെയായിരുന്നു. വെള്ളം കയറി ആകെ അടിച്ച് പോയി. ആളുടെ ഒരു വലിയൊരു ജീവിതത്തിന്റെ ബാക്കി പത്രമൊക്കെ പോയി. അപ്പൊ വീട്ടിൽ സതീഷേട്ടനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ എത്താം. അതിനൊക്കെ ശേഷം നമ്മൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒരു ബൈക്ക് യാത്ര രാത്രിയില് ഫുൾ മഴയൊക്കെ പെയ്തിട്ട്. അപ്പൊ അന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഒപ്പീനിയൻ. കാര്യം ഒരു 3-4 മാസത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്തു, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നിർത്തുന്നു, ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു, വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെയുള്ള ത്രൂ ഔട്ട് മഴയില് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അപ്പൊ അതിനുശേഷം തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, തൃശ്ശൂരല്ല ആലപ്പുഴയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഇതങ്ങ് തുടരാം, നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം, ഒരുമിച്ച് ജീവിക്കാം. കാര്യം നമ്മൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ നാടകം ആർട്ടിസ്റ്റുകളാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധ്യതകളെ പറ്റിയിട്ടും അറിയാം, നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ സാധ്യതകളെ പറ്റിയിട്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ആയിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അവിടെ ഈ പറഞ്ഞ മാതിരി പിന്നീട് ഇങ്ങോട്ടുള്ള ജേണിയിൽ എൻ്റെ പഠിത്തം തുടരുന്നു, പഠിത്തം അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്ട്രഗിളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു 3 വർഷക്കാലം നന്നായി തന്നെ ആ പഠനം പൂർത്തിയായി. പിന്നെ അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തും ഈ ഒരു എൻ്റെ 3-ാം വർഷത്തോടു കൂടിയാണ് നമ്മൾ അട്ടപ്പാടിയിലോട്ട് ചേക്കേറുന്നത്. അത് പിന്നീട് പാപ്പിസോറെ അതാണ് പിന്നീട് വലിയൊരു വഴിത്തിരിവായിട്ട് വരുന്നത്. അങ്ങനെ അട്ടപ്പാടിയിൽ എത്തിപ്പെട്ട വലിയൊരു കഥയാണ്. വലിയൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ അനുഭവിച്ചത് വലിയൊരു കഥയാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലെ ഒരുപാട് മനുഷ്യന്മാർ അട്ടപ്പാടിയിലേക്ക് കുടിയേറി ജീവിക്കുന്നവരുണ്ട്. കാരണം ഈ ഊരുകളിലും ആദിവാസികളൊക്കെ കാണുന്നൊരു ഭയങ്കര പഴഞ്ചൻ ജീവനാണ് ജീവിക്കുക എന്നൊരു ബോധം അതിന് പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഞാനും ഇവരങ്ങനെ ഒരു പഴഞ്ചൻ ജീവിതം ജീവിക്കുന്ന ആൾക്കാരല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പാവകളൊക്കെ ചെയ്തിട്ട് അവിടുത്തെ കുട്ടികളൊക്കെ സഹായിക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു. ഈ മറ്റേ ലോക്ക്ഡൗൺ വന്നില്ല, ആ സമയത്താണ് ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നീ ഇവരെ കുറച്ച് നാൾ സഹായിച്ചു കളയാം. പിന്നെ അവിടുത്തെ കുട്ടികളുടെ ഒപ്പം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കാര്യം മനസ്സിലാവുന്നത്, നമ്മളാണ് പഴഞ്ചൻ. പിന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിക്കാനുണ്ട്. അതായത് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരൊപ്പം നിന്ന് കൊടുത്താൽ മതി എന്നുള്ള എഡ്യൂക്കേഷന്റെ ബേസ് പഠിപ്പിച്ച് ഞാൻ അവിടെ നിന്നാണ്. ഇവര് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവര് നമ്മളെ നോക്കിയിട്ട് വായ പൊളിച്ചിരിക്കും. നമ്മളെന്ന് പറയുമ്പോൾ അയ്യോ കുട്ടിക്ക് ഇൻട്രോവേർട്ടാണ്, പേടിയാണ്, ഒന്നുമില്ല. അവന് നമ്മളെ മനസ്സിലാവാത്ത, അവനെ ഭാഷ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ ഒപ്പം നിൽക്കണം, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ കുട്ടികളുടെ ഒപ്പം നമ്മൾ നിൽക്കണം, അവരുടെ ലൈഫിലേക്ക് പോകാം. ഇതറിഞ്ഞതിന് ശേഷം കൊള്ളാല് പരിപാടി എന്നിട്ട് ഇവരെന്നെ പാവോല് പഠിപ്പിക്കുക. അവിടെ ഞങ്ങള് ബാനിത്ത എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഞങ്ങള് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ, അനൂപ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ. ആ സ്പേസ് നമ്മൾ ഉണ്ടാക്കി വരുന്നതിൻ്റെ ഒപ്പം സ്വാഭാവികമായിട്ട് അവിടെ ചുറ്റുപാടുണ്ടായിരുന്ന കുട്ടികളൊക്കെ നമ്മളോട് കൂടുകയും അവരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞടങ്ങളൊക്കെ പാവകളികളൊക്കെ ഉണ്ടാക്കി ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ജീവിതത്തിന് അവിടെ നിന്നുണ്ടായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ. നമുക്ക് നല്ലൊരു കഫേ തുടങ്ങിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് എന്നിട്ട് ഞങ്ങൾ അന്നത്തെ വീടിന് ഞങ്ങള് പാപ്പിസോറാന്ന് പേര് എഴുതി ചെയ്തു. അതായത് ഷോളയൂരുള്ള ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അതെ കത്തളക്കണ്ടിയിൽ നല്ല ഭംഗിയുള്ള ഒരു വീട്, അതിന്റെ പിന്നില് നല്ല വലിയൊരു മല.
അപ്പോൾ വീടിനിട്ട പേര് പാപ്പിസോറ എന്നാണ്. അപ്പോൾ ആ വീടിനോട് ചേർന്ന് തന്നെ റോഡിലേക്കായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതൊരു ചെറിയ കടയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ലോക്ക്ഡൗൺ, പഠിച്ചത് നാടകം, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ നാടകം പഠിച്ചത് തന്നെ ഭയങ്കര വിഡ്ഢിത്തമായി പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നാ പിന്നെ എന്ത് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ചെയ്യാം. നമുക്കേ ഇവിടെ തന്നെ എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും എന്താ പറയുക സമാധാനം തരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ചെറിയ ചായയും ഇങ്ങനെ ട്രാവലേഴ്സൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ബ്രെഡ് ഓംലെറ്റ്, കുഞ്ഞു കുഞ്ഞു സ്നാക്ക്, പ്ലസ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഫയർ പിറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ കുഞ്ഞു പെർഫോമൻസ്, ഇതൊക്കെ ചെയ്യണം. ഓക്കെ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നു. അവിടുന്നാണ് ആ പ്ലാനിങ് തുടങ്ങുന്നത്. പക്ഷേ അതുവരെയുള്ള ഒരു 3-4 വർഷത്തെ ജേർണിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങളും പ്ലസ് അട്ടപ്പാടിയിൽ വെച്ചിട്ട് നമ്മൾ അന്ന് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടുക എന്ന് പറയില്ലേ, അക്യുമുലേറ്റ് ചെയ്ത് ആണ് പിന്നീട് ഈ എന്താ പറയുക കൊറോണയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കക്കുകളിയുടെ വർക്ക് ഉണ്ടായിരുന്നു. അത് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് 2ാമത്തെ വർഷം കക്കുകളി കഴിയുന്നതോടുകൂടി നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഈ പറഞ്ഞ മാതിരി വീടുകളിലേക്കുള്ള എൻട്രൻസ് മസ്റ്റായിരുന്നു. കാരണം നമ്മൾ അപ്പോഴേക്കും പരസ്പരം മാറി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയായി മാറി. അത്രത്തോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ മാരേജ് ചെയ്യാം. അപ്പോൾ മാമോടെ കുറേ വർഷത്തായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു നാടകം കളിച്ചിട്ട് കല്യാണം കഴിക്കണം. ചില്ലറ പരിപാടി ഞാൻ കുട്ടികളാണ് കുട്ടിത്താണെന്നൊക്കെ പറയുമെങ്കിലും ഒരു പൊളിറ്റിക്കലി ഞങ്ങൾക്കൊരു ഇതിന്റെ അകത്ത് ഉണ്ടായണമെന്നുള്ളൊരു ബോധ്യമുണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് പരിഹരിക്കാം, എന്തിനു വേണമെങ്കിലും പരിഹരിക്കാം. ഏത് മതവിശ്വാസത്തിനാണെങ്കിലും രാജ്യസ്നേഹത്തിനാണെങ്കിലും നമുക്ക് പരിഹരിച്ചെടുക്കാം. പക്ഷെ ജാതിയെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അതിനെ ഭയങ്കര ഡേഞ്ചറസ്. ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞും പഠിച്ചും വന്നപ്പോഴാണ് ഇത് ഭയങ്കര പ്രശ്നത്തിലുണ്ട് നമ്മൾ ഇട്ടിട്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിനെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അന്ന് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും എവിടെ തൊട്ടാലും എവിടെ ഇരുന്നാലും എവിടെ പൊട്ടാലും കൈ പൊള്ളും. അങ്ങനത്തെ ഉള്ള നമ്മുടെ അകത്ത് തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ, കാരണം നമ്മൾ ഇതിന്റെ അകത്ത് തന്നെയാണല്ലോ ജീവിച്ചു വരുന്നത്, നമ്മൾ തന്നെ പ്രശ്നത്തിലാകും. ഇങ്ങനെ ആലോചിച്ച് പിടുത്തം കിട്ടാണ്ട് ഓടി കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇത് മനസ്സിലാക്കുമ്പോഴും നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്യാന്ന് പറയുന്നത്. മറ്റേ പ്യൂരിഫൈങ് അല്ല, നമ്മളെ തന്നെ അതിന് തിരിച്ചറിഞ്ഞ തെറ്റുകളെ മനസ്സിലാക്കുകയും ഒക്കെ അതാണ് പ്രശ്നം, നമ്മളുടെ അകത്താണ് ഈ പ്രശ്നം നടക്കുന്നതെന്നുള്ള തിരിച്ചറിവുകളിലൂടെ പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിനുള്ള വഴി നമ്മൾ ഇപ്പൊ ഇരുന്നില്ല. അത് അറിവുള്ളൊരു മനുഷ്യൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. നമ്മൾ അതിനെ ഫോളോ ചെയ്താൽ മതി. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ജാതി പ്രാക്ടീസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ജാതി പ്രാക്ടീസ് ചെയ്യേണ്ട ഇടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൈസായിട്ട് അങ്ങ് മാറ്റി ഒഴിവാക്കുക. അതല്ലാതെ നമ്മൾ അതിനെതിരെ കൊടിയും പിടിച്ച് നടക്കുക, ആൾക്കാരുടെ അടുത്ത് അടി ഉണ്ടാവുക, നീ സവർണനാണ് നീ അവർണനാണെന്നൊക്കെ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചർച്ച ചെയ്ത് കുറെ ആൾക്കാർ വെറുപ്പിച്ച ചരിത്രം എനിക്ക് ഇഷ്ടം. കാരണം അതും ഒരു പ്രശ്നമാണ്. അങ്ങനെ മാത്രം ഈ ഒരു പരിപാടി നടക്കില്ല. ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴിയുണ്ട്. ആ തീരുമാനം ഓരോ വ്യക്തി എടുക്കണം. ആ തീരുമാനമാണ് ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് എല്ലാവർക്കും ചേരാൻ പറ്റുന്ന ഇടം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരും സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഇടം. അങ്ങനെ ഒരു ഇടത്തിലേക്ക് ഈ ജാതിയോ മതമോ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. കാരണം ബാക്കി അല്ലാതെ ചെയ്യണ സമയത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. കാരണം അവര് ഇതൊക്കെ അവര് ജീവിച്ചു വരുന്നൊരു കമ്മ്യൂണിറ്റിന്റെ അകത്ത് ബോധ്യപ്പെടുത്തൽ എളുപ്പമല്ല. അപ്പൊ അതിനെ ഞങ്ങൾക്ക് മറികടക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി നാടകം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഒളിച്ചോടി പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഏതെങ്കിലും കൂട്ടിൻ്റെ ഉള്ളിൽ താമസിച്ച് ആരും കാണാണ്ട് ഒടുങ്ങേണ്ടി വരും. അങ്ങനെ ഒടുങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്ത പേരാവാനായിട്ട് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നുള്ള ഒറ്റ ഉത്തരം ആൾക്കാരെ വീർപ്പിച്ചുകൊണ്ടല്ല, എല്ലാവരും ആൾക്കാരെ ചേർത്ത് വെച്ചോണ്ടാവണം. പാളുവിന് അമ്മ മാത്രമല്ല വീട്ടിൽ നിന്ന്, ബാക്കി ചേച്ചി കല്യാണം കഴിഞ്ഞു പോയി. ഇപ്പൊ എൻ്റെ വീട്ടിൽ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞതില് ഞങ്ങളൊരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് വെക്കാണ്ട് അടക്കുക, അതൊരു വിഷമമായിട്ട് മാറുക എന്നുള്ളതിനെ മറികടക്കാനുള്ള
നല്ല വഴി നാടകം കളിക്കലാന്ന്. ഓക്കെ. നാടകം കളിക്കും, കാരണം നാടകം കളിക്കുമ്പോ എല്ലാവരും വരും. നാടകം കണ്ടിട്ട് നിങ്ങൾക്ക് നാടകത്തിന്റെ സ്വഭാവം പോലെ ഞങ്ങളുടെ നാടകം നിങ്ങൾ കണ്ടെങ്കിൽ അറിയാം, അത് കൈ അടുപ്പിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കൈ അടുപ്പിക്കുകയാണ്. നിങ്ങൾ എന്തിനാ കൈ അടുപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനാ എല്ലാവരും ഒത്തുചേരാനുള്ള ഇടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈയടിക്കേണ്ടത്. ഓക്കെ, അത് ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു പൂ വിരിയുന്നത് പോലെ, ഒരു പാവ് കളിക്കുന്നത് പോലെ, അതാണ് ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ടോ നല്ല നടനോ നല്ല നടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പാപ്പിച്ചോറ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നിലപാടുണ്ട്, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. അത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം. നാടൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. ഇതിന് ഞാൻ എന്തുകൊണ്ട് ഇതിനെ ഒരാളും ഇത്രയ്ക്ക് ഞാൻ അടിപൊളി പരിപാടിയല്ല ഇത്, ആൾക്കാരെ കേട്ടറിവിൽ പോലും നാടകം കളിച്ച് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പല രീതിയിൽ ഇതിനെ ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിച്ചാ ഒരാളെടുത്തില്ല. ഞാൻ പറയണത് മീഡിയ കേട്ടോ. ആൾക്കാരെടുക്കാത്ത നാടകം കളിക്കുമ്പോൾ ആൾക്കാരെടുക്കും, നാടകം കണ്ടുവരും. ഓരോ സ്ഥലത്തും നമ്മൾ നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പിന്നെ 1-1.5 ആഴ്ച വിരുന്നാണ് എല്ലാവരുടെയും, എല്ലാ മനുഷ്യന്മാരുടെയും. അപ്പൊ നാടകം കളിക്കുമ്പോൾ ഇത് സാധിക്കുന്നുണ്ട്. അതല്ലാതെ ഈ സാധനം ഒരു മീഡിയ എടുക്കുന്നില്ല. അതെന്താന്ന് തോന്നിയതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അത് ആൾക്കാർക്ക് മനസ്സിലായി വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും. കാരണം നമ്മള് ഇപ്പോ ഞങ്ങൾ ചെയ്തത് വേറൊരു കുറച്ചും കൂടി തറവാട്ടിൽ പറഞ്ഞ 2 ആൾക്കാരാണ്, കുറച്ചും കൂടി പേര് കേട്ട ആളുകളുടെ മക്കളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരവാദല്ല പറയുന്നത്, എന്നാലും വേറെ പ്രിവിലേജുകളുള്ള മനുഷ്യന്മാരാണെങ്കിൽ ആഘോഷമായി വളരെ കാര്യം. നമ്മുടെ ഒരു സങ്കല്പം ഇങ്ങനെയായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച്, ഇതെന്തായാലും കലക്കും എന്നുള്ള മട്ടിൽ അങ്ങോട്ട് ഇറങ്ങി മാറാത്തിൽ ഞങ്ങൾക്കൊരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്ത് ആഘോഷം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെ അതെ, നമുക്ക് ഒരു കല്യാണം അല്ല കേട്ടോ, ഇപ്പൊ 25ഓളം കല്യാണങ്ങൾ ഞങ്ങൾ 25ഓളം കല്യാണം നടത്തിയിട്ട് മിക്കവാറും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത വിവാഹ ചടങ്ങ് ഞങ്ങളുടെ ഓരോ ഷോയിലും ആളുകൾ പങ്കെടുത്തോണ്ടിരിക്കുക, 500,000 വെച്ചിട്ട്. പിന്നെ ഈ നാടകത്തിന് വേറെ കുറെ പ്രത്യേകതകളുണ്ട്. ഒരു നാടകം കല്യാണം നാടകമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിലത്തെ സാമാന്യ ഒരു ശരാശരി വീട്ടിലൊരു കല്യാണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5-10 കൊല്ലക്കാലം ഈ കല്യാണത്തിന്റെ ചെലവ് തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് 2 പേരും കൂടി പണിയെടുത്ത് നടക്കാൻ പ്രശ്നമുണ്ടാവും. ഇതിന് ഞങ്ങൾ നയിച്ചായിട്ടങ്ങ് മറികടന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നാടകം ഒരു വരുമാന മാർഗ്ഗമാണ്. ഒരു മാസം 1-2 കളികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രസമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനും ഒരു ചെറിയ വരുമാനമൊക്കെ കൊടുത്ത്, ഞങ്ങൾക്കും ചെറിയ കുഞ്ഞു വരുമാനമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് സന്തോഷമാകും, അവർക്ക് സന്തോഷമാകും. ആ വരുമാനം ഉണ്ടാക്കാനും വലിയ കടങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാതെ ആളുകളെല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തി, ആളുകളെ ചേർത്ത് നിർത്തുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമ്മുടെ രാഷ്ട്രീയം കൊണ്ട് അവരെ നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞ് നിർത്തിക്കാൻ ഇഷ്ടപ്പെടുത്താനായിട്ട് നാടകം കൊണ്ട് സാധിക്കും. ഈ അലിയാർ ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരാളുണ്ടല്ലോ, നാടകത്തിന്റെ സ്ക്രിപ്റ്റ് വേണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്സ്, നമ്മുടെ ആഗ്രഹം, ജീവിതം, കല്യാണം ഒക്കെ സംഭവിച്ചു. ഇതിനൊരു സ്ക്രിപ്റ്റ് രൂപത്തിലേക്ക് മാറ്റണ്ടേ? അതെങ്ങനെയാണ് സംഭവിച്ചത്? അതിന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് ഒരു അക്കിറ കുറസോവന്റെ ഒരു മൂവി ഉണ്ട്, 1 വണ്ടർഫുൾ സൺഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതില് ക്ലൈമാക്സ് ഒരു സീനുണ്ട്, അതായത് അതും പറയുന്നത് ഇതേ ഒരു വിഷയം തന്നെയാണ്. വളരെ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കാമുകനും അവരുടെ ഒരു ലൈഫിൽ അവർ ഇമാജിൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കഫേയിൽ ഇവിടെ ഇന്നതാവാം എന്ന് സങ്കല്പിക്കുന്ന പോലെ അവരുടെ ഒരു ജീവിതത്തിന് അവർ സങ്കല്പിക്കുകയാണ്. പക്ഷെ അവിടെ ദാരിദ്ര്യം വളരെ ഒരു പ്രശ്നമായി നിൽക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു അവസാനത്തെ ഒരു ഒരു മാസ്റ്റർ പീസ് വർക്ക് ഉണ്ട് അതിൽ. ഞാൻ അവസാനം പറയുന്ന ഡയലോഗ് അതാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടി സ്വപ്നം കാണണം എന്ന് പറയുന്നത്. അത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡയലോഗിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ആ പടം കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ സ്ത്രീയുടെ പെർഫോമൻസ് അവര് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത സിനിമയാണ്. അപ്പൊ അതില് അവരിങ്ങനെ നമ്മുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി കൂടി സ്വപ്നം കാണണം എന്ന് പറഞ്ഞിട്ട് അവർ കൈയടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫോൺ താഴെ വെച്ചിട്ട്, ഞാൻ ഫോണിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫോൺ താഴെ വെച്ചിട്ട് നമ്മൾ കൈയടിച്ച് പോകും. അങ്ങനെയാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങി നമുക്ക് ആ ഒരൊറ്റ പോയിന്റ്, ആ ഒരൊറ്റ ഡയലോഗ് ഉണ്ട്. അവിടുന്ന് നമ്മളിരുന്ന് പിന്നെ ഈ മലയാളത്തിൽ നമ്മളതിനെ മലയാളിവൽക്കരിച്ചത് ഇങ്ങനെയാണ്, തണുത്തുറഞ്ഞ ഈ ലോകത്ത് ആഞ്ഞു വീശുന്ന തണുത്ത കാറ്റിൽ അറിയാതെ ഒന്ന് വീണു പോയതാണ്.
ഞങ്ങളെപ്പോലെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. അവരൊക്കെ ഈ തണുത്ത് മരവിച്ച കാറ്റിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടി സ്വപ്നം കാണണം. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ, ഈ തണുത്ത കാറ്റിനെ ചൂട് പിടിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു കയ്യടിയാണ്. പിന്നെ അവിടെ വേറെ എലമെന്റ് കൂടെ ഉണ്ടായിരുന്നു. നമ്മള് കത്തളക്കണ്ടി വീട്ടില് നമുക്ക് കുറച്ച് അവിടെ കുറച്ച് പാത്രങ്ങൾ, നമ്മൾ ആ വീട് മാറിയപ്പോൾ അവിടുന്ന് ബാക്കി ഉണ്ടായത് പാത്രങ്ങളാണ്. ഒരു ചാക്ക് നിറയെ പാത്രങ്ങൾ. ഓക്കെ, അപ്പൊ അലീക്ക നമ്മള് പിന്നെ മിന്നാടം എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്നല്ലോ കുറേ സ്പേസുകൾ നമ്മൾ കടന്നുപോയി വന്നിട്ടുള്ളത്. അതിൽ വളരെ മനോഹരമായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വീട്. അവിടെ ഒരു അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, 2 മക്കള്. അവരുടെ വീട് നമുക്ക് ഒരു 2 മാസത്തേക്ക് നാടകത്തിന് വേണ്ടി അവർ വിട്ട് വന്നിരിക്കും. അവരുടെ വീട് പോലെ ഡോക്ടർ സജിനിയും സായൂജ് STV എന്ന് വിളിക്കുന്ന സായൂജ് ചേട്ടനും അവര് നമ്മളെ നിങ്ങൾ വന്ന് നാടകം കളിക്കുന്നു പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വിളിച്ച് ആ വീട് നമ്മൾ 2 മാസം ആ വീട് നമ്മുടെ ആയിരുന്നു. അപ്പൊ അലീക്ക പറഞ്ഞു ഓക്കെ നമുക്ക് വരൂ, ഇരിക്കൂ, നമുക്ക് തുടങ്ങാം. എന്താണപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പറയൂ മാമു, എന്താണ് നമ്മുടെ പ്ലാൻ? അപ്പോ പ്ലാൻ അതിനാണല്ലോ വന്നിരിക്കുന്നത്. അല്ല, നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള ചോദ്യങ്ങളാണ്. അലീക്കാണെന്നുണ്ടെങ്കിൽ ആളൊന്നും പറയില്ല. നമ്മളിങ്ങനെ ചോദിച്ച് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കണം. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ സംഗതികളാണ്. ഇത് ഇത്രയുള്ള ഞങ്ങളുടെ അനുഭവം പറഞ്ഞില്ലേ, ഇതൊക്കെ പറയിപ്പിച്ചോണ്ടിരിക്കുക. ഇതിന്നാണ് എടുക്കാന്ന് പറയൂലേ, നമ്മളിന്നിങ്ങനെ ഇത്രയും പോരെ എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് പോരാ, ഇനിയും പറയും. അങ്ങനെ ഒരു സ്പേസ് ഒരുക്കി തന്നിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് പറഞ്ഞത് എന്താ കയ്യിലുള്ളത്, എങ്ങനെ നമുക്ക് ചെയ്യാം, പപ്പറ്റുകൾ ഉണ്ടാക്കണ്ടേ, പപ്പറ്റ് നാടകമല്ലേ, അപ്പൊ എങ്ങനെ ചെയ്യാം? അപ്പോ മാമ ഇങ്ങനെ പറഞ്ഞു, അലിക്ക ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാപ്പിസോറെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്, അതെടുത്താലോ? എന്നാ ശരി, മാമ അതെടുത്തിട്ട് വരൂ, നമുക്ക് എടുത്തിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ വീണ്ടും പിറ്റേ ദിവസം അരിക്കട ബൈക്കെടുത്ത് വീണ്ടും പാപ്പിസോറയ്ക്ക് പോകുന്നു. പാത്രങ്ങൾ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ വീടിന്റെ ടെറസിൽ ഇങ്ങനെ വിട്ടിട്ട് പാത്രം എടുക്കാൻ പോയ ദിവസം രാത്രി ഉണ്ടല്ലോ, ചെമ്മണ്ണൂര് വെച്ചിട്ട് രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് അവിടുത്തെ അട്ടപ്പാടിയിലത്തെ, അടിപൊളി ആളാണ്. ആള് ഞങ്ങൾക്ക് പാപ്പിസോറെ പാട്ട് പാടി തന്നു. പാപ്പിസോറെ പാട്ട് പാടി തന്നു. അപ്പോ അതും കയ്യിലുണ്ട്. പാപ്പിസോറെ ഇങ്ങനെ കയ്യിലുണ്ട്, പക്ഷെ നമ്മള് അപ്പോഴും ടൈറ്റിൽ ഇതാണെന്നോ പ്ലേ എന്താണെന്നുള്ള ഒരു രൂപം ആയിട്ടില്ല. അപ്പോ ഈ പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇട്ടപ്പോ തന്നെ വളരെ സംഗീതാത്മകമായ സ്റ്റീൽ പാത്രങ്ങളുടെ അവിടുന്ന് തുടങ്ങി. അപ്പോ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ അലീക്ക ചോദിച്ചു. അപ്പോ എന്താ ചെയ്യണ്ടേ, കൊറേ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നു എന്താ ചെയ്യണ്ടേ. പിന്നെ 2 പേര് എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇത് അടുക്കാൻ പറഞ്ഞു. മാമ ഒരു രീതിയിൽ അടുക്കി, ഞാനൊരു രീതിയിൽ അടുക്കി. കണ്ടോ 2 പേരുടെ വൈവിധ്യങ്ങൾ കണ്ടോ, അതിൽ തന്നെ ഒരു വൈവിധ്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള സംഗതിയൊക്കെ. അവിടുന്ന് അതൊരു ശില്പം ഉണ്ടാക്കലാണ്, തുടക്കത്തിലുള്ള ഒരു ശില്പം ഉണ്ടാക്കിയത്. അതിൽ നിന്ന് അത് ഒറ്റ ശില്പമായിട്ട് മാറി. അപ്പോൾ അത് നിങ്ങള് പാത്രങ്ങൾ മാത്രമല്ല, അത് വേറെന്തൊക്കെയോ കൂടെയാണ്. അതെന്താണ്? ഓക്കെ, ആദ്യം ഒരു സീനാണ് ഇംപ്രൂവൈസ് ചെയ്ത് തുടങ്ങി. കടൽക്കരയിലിരുന്ന് ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ആവുന്ന ഒരു പാർട്ട്നേഴ്സ്. അവിടുന്ന് ഡയലോഗുകൾ ഇങ്ങനെ തുടങ്ങുന്നു. കടൽ നോക്കിയിരിക്കുകയാണ് ആദ്യത്തെ ഡയലോഗ്, ഉപ്പ്. അപ്പൊ ഞാൻ ഉപ്പോ അലീക്ക അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ, അടുക്കളയല്ലേ, നമുക്ക് വേറെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പോവാലോ. അത് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓക്കെ അങ്ങനെ ഒരു ആദ്യത്തെ സീനാവുന്നു. പിന്നെ ആളുടെ ഒരു എന്താ പറയാ, പോസിറ്റീവ് ആണോ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനം, പെർഫെക്ഷനിസ്റ്റ് ആണ് ആള്. അപ്പൊ ആ സീനിന്റെ ഒരു കോറ് പുറത്തെടുക്കുന്നവരെ ആളതിന് ചെയ്യിപ്പിക്കുന്നതല്ല, നമ്മളിങ്ങനെ ഈ പറയുന്നവര് നമ്മൾ ഡിഗ് ചെയ്തോണ്ടിരിക്കും, ആഴത്തിൽ നമ്മൾ കുഴിച്ചോണ്ടിരിക്കും. അപ്പോ അങ്ങനെയാണ് അത് ഉണ്ടായി വന്നത്. ഇപ്പൊ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പകുതിയോളം ഉണ്ടായി വന്നു.
ഉണ്ടായി ഇങ്ങനെ വന്നതിന് ശേഷം സംസാരിച്ച് തന്നെ രൂപപ്പെട്ടു. സംസാരിച്ച് തന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നാടകം ആയി കഴിഞ്ഞിട്ടാണ് എന്നാ പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ആലിക്ക് എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എന്താണ് നമ്മുടെ ഒരു പോക്ക് എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുക തന്നെയായിരുന്നു. പിന്നെ ആ പ്രോസസ്സിൽ നമ്മൾ മൂന്നുപേരുടെയും ഭയങ്കര ആളുടെ കുറെ റെഫറൻസുകളുണ്ട്. ഇപ്പൊ തിയേറ്റർ പ്രാക്ടീസിങ്ങിലായാലും പിന്നെ എഴുത്തുകാരാവട്ടെ, ചിത്രം രചനയാവട്ടെ, അങ്ങനെ എന്താ പറയാ വളരെ അക്കാഡമിക്കലി ഭയങ്കര നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്കും ഇത് ആദ്യത്തെ തവണയല്ല തിയേറ്ററിൽ സംഭവിക്കുന്നത്. മരിയാന അബ്രമോവിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ പ്രാക്ടീഷണർ ഓൾറെഡി അവരുടെ മാരേജും അവരുടെ ഡിവോഴ്സും തിയേറ്റർ പെർഫോമൻസിൽ കൂടെയാണ് നടന്നിട്ടുള്ളത്. അപ്പുറത്തേക്ക് ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടാണ് അവരുടെ പെർഫോമൻസ്. അതെ. പിന്നെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ സ്പേസ് എടുത്തിട്ട് ഓഡിയൻസ് ഇങ്ങനെ ഒന്നിങ്ങനെ ഇരിക്കും. അല്ല അവരുടെ പെർഫോമൻസ് അതാണ്. ഇങ്ങനെ ഇരിക്കും, മുമ്പിൽ വന്നിട്ട് ആൾക്ക് വന്നിരിക്കാം, ഓഡിയൻസ് വന്നിരിക്കാം, ഇവരുടെ കണ്ണിൽ നോക്കി കുറെ നേരം ഇരിക്കാം. ഭയങ്കര രസമായിട്ട് ആളുകൾ ഇങ്ങനെ അതിന്റെ ഡോക്യുമെന്ററി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആളുകൾ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ അന്ന് പിരിഞ്ഞു പോയി ഭർത്താവ് വന്നിട്ട് ഒന്നും പറയാതെ ഒന്നും അറിഞ്ഞില്ല ഈ പെർഫോമൻസ് കൊണ്ട് ഇവരുടെ മുമ്പിൽ വന്നിരിക്കാം. ഡിവോഴ്സ് ആയതിനു ശേഷം അവര് കണ്ണിൽ നോക്കിയിരുന്നു. കണ്ണിങ്ങനെ വാർന്നൊഴുകാണ്. അതാണ് എനിക്കൊരു സ്വപ്നം ഉണ്ട്. ഞാനും ആളിപ്പോ കല്യാണം കഴിച്ചല്ലേ, ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും നാടകം കളിക്കുക. അത് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. കല്യാണം കഴിച്ചു എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരിക്കലും ഒരിക്കലും ചെയ്യരുത്. അതിനുള്ള ഇടം കൂടി ഞങ്ങൾക്കിടയുണ്ട്, വിയോജിക്കാനുള്ള ഇടം കൂടി ഞങ്ങൾക്കിടയുള്ള സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ നമ്മള് നിയമപരമായിട്ട് നമ്മുടെ മാരേജിനെ നമ്മൾ നിയമപരം രജിസ്റ്റർ ചെയ്തിട്ടില്ല. പകരം നമ്മൾ ഈ കോഗ്നിസൻസ് പപ്പറ്റ് തിയേറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന പരിപാടി നടക്കുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പരിപാടി എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. നമ്മുടെ മാത്രം തീരുമാനത്തില് നമ്മൾ കത്തിരിഞ്ഞു പോകും. ഒരു കൂട്ടാവുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോ ഇത് പറ്റില്ല എന്ന് തോന്നിയാൽ എന്തിനാ ഈ അമ്പലത്തിൽ പോയിട്ടും രജിസ്റ്റർ ഓഫീസ് മൂന്നാമത്തെ എന്റെ ഇടയിലേക്ക് ഒരാളെ കൊണ്ട് കോൺട്രാക്ട് ലീഗൽ ബോണ്ടിങ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. തിയേറ്റർ ബോണ്ടിങ് ആണുള്ളത്. ഞാൻ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ ഐഡിയൽ കപ്പിളൊന്നല്ല ഞങ്ങള്. അടി ഉണ്ടാവും, നല്ല അടി ഉണ്ടാവും, കത്തിക്കെടുത്ത് കുത്താനൊക്കെ പോകും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അടുത്ത നാടകം വരുമ്പോ ഞങ്ങൾക്ക് ഇത് അതിന്റെ അപ്പുറത്തേക്ക് നടക്കാൻ വേണ്ടി നാടകം കളിക്കുമ്പോൾ പ്രേമിക്കണേ. നാടകം കളിക്കാൻ ഇനിയിപ്പോ നാടകം കളിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വരുമാനം മുട്ടിപ്പോകും. പല രീതിയിലാണ് അത് ഭയങ്കര രസമായിട്ട് തിയേറ്ററെ കൊണ്ട് പോകേണ്ടിപ്പിച്ചത്. ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ, മാമ പറയുന്ന അത്ര ഈസി അല്ല ഒരു സ്ത്രീനെ സംബന്ധിച്ച്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മറ്റ് സോഷ്യൽ സാധനങ്ങളൊന്നല്ല. കുട്ടി എന്ന് പറയുന്നത് ഇപ്പൊ പ്രഗ്നന്റ് ആണ്, കുട്ടി ഉണ്ടാവുമ്പോൾ ഇതിന് വേറൊരു രൂപം വരാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോവാം, ലീഗൽ ബോണ്ടിങ് വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും കുട്ടി എന്നുള്ള ഫാക്ടർ ജനിച്ചു കഴിയുന്ന സമയത്ത് അതിന് വേണ്ട കുറെ അവകാശങ്ങൾ, പ്രസൻസ്, ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഇത് നമ്മുടെ സിസ്റ്റം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലാത്തൊരു സിസ്റ്റത്തിലേക്കൊന്നും നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എന്നോടാണോ? അതായത് ഇതിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നടക്കുന്ന അവസ്ഥയില് എന്റെ ഈ ശരീരം വെച്ചിട്ട് എനിക്ക് നോക്കി കാണാനോ അല്ലെങ്കിൽ അതിനോട് എനിക്ക് എന്താ പറയാ അതിനൊരു താങ്ങാനോ തണലാവാനൊക്കെ പറ്റുള്ളൂ. തണലാവെന്ന് പറഞ്ഞാൽ മറ്റേ കയറങ്ങളാട്ടെ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ട് എനിക്ക് കൂട്ടാവാനേ പറ്റുള്ളൂ. അല്ലാതെ ആളനുഭവിക്കുന്ന വേദന, ആളനുഭവിക്കുന്ന സ്ട്രെയിൻ, അതിന്റെ മൂഡ് സ്വിങ്സ്, ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിൽ എനിക്കതിനെ കാണാനോ ഈ കൂട്ടാവാനോ പറ്റുള്ളൂ. അല്ലാതെ അതിനെ അനുഭവിക്കാൻ പറ്റില്ല. നടക്കണ കാര്യം അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ കുട്ടിയാക്കി മാറ്റണം. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അപ്പിത്തണി മാറ്റത്തിൽ തൊട്ട് ആ കുഞ്ഞ് കരയുന്ന സമയത്ത് എണീറ്റിരിക്കുന്ന തൊട്ടുള്ള ഞങ്ങളത് പഠിച്ചു വരാം. ഞാനതിനെ ഏറ്റവും ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് എന്തൊക്കെയാണോ ആ കൂട്ടാവാൻ പറ്റുന്ന സമയത്ത് എനിക്കറിയില്ല. അത് ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുകയാണ്. ഇതുവരെ എനിക്ക് അറിയായിരുന്നു, എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല 7ാം മാസത്തിലൊക്കെ ഇങ്ങനെ ഇത്രയും നാടകം കളിക്കാൻ പറ്റും എന്നുള്ളത്. അത് ഞങ്ങൾ പഠിച്ചു. ഇതേപോലെ എനിക്കും പഠിക്കാൻ പറ്റണം. ഇത് ഞാൻ കുട്ടികളുടെ
കുട്ടികൾ ഭയങ്കര രസമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന കുട്ടികളുടെ ഭാഷ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല വിശ്വാസമായിട്ട് എനിക്ക് വേറെ ഒന്നും കുട്ടികളുടെ ഭാഷ എനിക്ക് നന്നായി കുട്ടികൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത്. കാരണം ഞാൻ ഒരു ഏകദേശം ഒരു 15-18 വർഷമായിട്ട് നിരന്തരം കുട്ടികളുടെ ഒപ്പം തന്നെ പ്രായത്തിലുള്ള കുട്ടികൾ തിയേറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. തിയേറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവർ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരുടെ ശരീരവും കണ്ണൊക്കെ പോകുന്നത് എന്താണ് അവർ ആവശ്യപ്പെടുന്നത്, ഇതിന് മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കലാണ് ഈവൻ പാരന്റ്സിനേക്കാൾ കൂടുതൽ. പക്ഷെ ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് അവരെ കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് കൗൺസിലർ കൗൺസിലിംഗ് ഒന്നല്ല, പക്ഷെ അവരെ കുട്ടിയെ എന്താണ് അവരുടെ കുട്ടിക്ക് പറയാനുള്ളത് ആ ഭാഷ എനിക്കറിയാം. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള സെറ്റ് അത് മാത്രമാണ്. അല്ലാതെ ഞാൻ പറയുന്നത് ഇതിനല്ലാത്ത വേറെ രീതിയിൽ ഇതേ ശരീരം എന്താണോ അതിന് കൂട്ടായിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, അത്ര ഞാനും എനിക്ക് പറയുള്ളൂ. ബാക്കി ഇനി വരാനിരിക്കുന്നതാ. അപ്പൊ ഞാൻ അതിനെ ഞാൻ അങ്ങനെയാക്കാം, ഞാൻ ഇങ്ങനെയാക്കാം നല്ലത്. ഞാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ അതിന് ഉറപ്പായിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് അതൊരു മോശം ഇതാക്കാൻ അല്ല, അതിലും എനിക്കുള്ള ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രഗ്നൻസിയുടെ തുടക്ക സമയത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ആൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ ഒരു പ്ലേയിൽ പെർഫോം റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊയ്ക്കാലൊക്കെ വെച്ചിട്ട്. എൻ്റെ ഫസ്റ്റ് മന്തിൽ പൊയ്ക്കാലൊക്കെ വെച്ചിട്ട് ഒരു ദിവസം ഒരു 10 തവണ വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് ഫോം ആയപ്പോൾ തീരുമാനിച്ചു എന്തായാലും ക്യാരി ഓൺ ചെയ്യും എന്നുള്ളത്. അതിനുള്ള കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാമോ എന്ന് പറയുന്ന ആള് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആളുടെ ഐഡൻറ്റിറ്റിയും എല്ലാം നിൽക്കുന്നത് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ സൈക്കോളജീനെ നന്നായിട്ട് അറിയാവുകയും അത് നല്ല ഫ്ലുവൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്ഹുഡിനെ പറ്റിയിട്ട് സത്യത്തിൽ എനിക്ക് വലിയ ബാധ്യതകൾ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അഥവാ ഇനിയിപ്പോ അറിയില്ല, ആള് വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻസ് എന്തായാലും ഒരു മുമ്പത്തെ കാര്യം ഞാനും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഒരു കുട്ടീനെ മാറി നിന്ന് പഠിക്കുന്നത് അവരുടെ പേരന്റ്. അപ്പൊ ഞാനൊരു പുതിയ കോഴ്സിന് ചേരാൻ പോവാണ്. ഞാനും എന്തായാലും ഇതിനോട് എന്താ പറയാ ഒരു ആഫ്റ്റർ ഡെലിവറി ഞാനും പുതിയ കോഴ്സിന് ചേരാൻ പോവാണെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. കാര്യം എനിക്ക് എൻ്റെ അക്കാഡമിക്സിനെയോ അല്ലെങ്കിൽ എൻ്റെ പ്രാക്ടീസിനെയോ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഈ പറഞ്ഞ മാരേജ് കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും തിയേറ്റർ ഉള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളത്. കാര്യം എൻ്റെ എല്ലാ എന്താ പറയുക പ്രസൻസ് അല്ലെങ്കിൽ എന്നെ ആളുകൾ നോക്കിക്കാണുന്നതും എൻ്റെ ബന്ധങ്ങളും ഒക്കെ ഷിഫ്റ്റായിരുന്നു മാരേജോടുകൂടി കഴിഞ്ഞ 1 വർഷത്തിൽ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നിയിട്ടുണ്ട്. അത് സിസ്റ്റം അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ആക്കി തീർക്കും. നമ്മൾ എത്രയൊക്കെ മറ്റേ കൺവെൻഷനിൽ ആവണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും അങ്ങനെ ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പക്ഷേ പാരന്റ്ഹുഡിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതെന്നെ കൂടുതൽ കുറച്ചുകൂടി ബോൾഡാക്കി മാറ്റിയേ. പ്രത്യേകിച്ച് ഇതുപോലൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളൊരു ധാരണ ഓൾറെഡി ഉണ്ട്. കുട്ടീനെ നോക്കണം ഉറപ്പായിട്ടും. ഈ പറഞ്ഞ മാതിരി ആ പേഴ്സൺ ആവശ്യപ്പെടുന്ന ഒരു കെയറിങ് അല്ലെങ്കിൽ കുറേ റൈറ്റ്സ് ഉണ്ട്, അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ അതിൽ ഈ കോ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് അമ്മയുടെ മാത്രം പണിയല്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ശാരീരിക കണ്ടീഷൻ എന്നെ അനുവദിക്കുന്ന സമയത്ത് പുതിയ ആൾക്ക് പ്രശ്നം ഉണ്ടാവാത്ത സമയത്ത് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കുട്ടിക്ക് വേണ്ടി മാത്രം നീക്കി വെക്കുന്ന മാതൃത്വം അതിൻ്റെ സങ്കല്പത്തിലേ ഇല്ല. അതിന് എന്നെ പ്രാപ്തയാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ടുള്ള നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി. പിന്നെ ഈ പറഞ്ഞ മാതിരി പാരന്റ് എന്നുള്ളത് ഒരു കുട്ടീനെ അടുത്ത് വളർത്തിയെടുക്കുന്നതിൻ്റെ ആ ലേണിംഗ് കൂടെ ചേർന്ന സമയത്ത് ആളും അതിൽ എന്താ പറയുക കംപ്ലീറ്റ് ആവും എന്ന് ഞാൻ ഫീൽ ചെയ്തു. അതുകൊണ്ട് എൻ്റെ കുറേ കൺസേണുകളും ആദികളും ഒക്കെ കുറവാണ് ആ കാര്യത്തിൽ. അത് കൊള്ളാം. നമ്മളപ്പോഴും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ, സ്ക്രിപ്റ്റിലേക്ക് തിരികെ വരാം. അല്ല, അങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ല അതിന്. അതൊരു പിന്നെ ഞാൻ ചോദിക്കാൻ കാര്യം, ഇന്നലെ ക്ലൈമാക്സ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇന്നലത്തെ പെർഫോമൻസിൽ സത്യത്തിൽ ഞങ്ങളുടെ കയ്യിലെ ഒരു ക്ലൈമാക്സ് ഇന്നില്ല എന്ന് പറഞ്ഞു.
ശരിക്കും ക്ലൈമാക്സ് ഉണ്ടോ അതോ ഞാൻ വേറെ എവിടെയോ വെച്ചു ഓരോന്നിനും ഓരോ ക്ലൈമാക്സ് ഓരോ അതായത് ഷോയ്ക്കും ഈ ഓരോ ക്ലൈമാക്സിൽ കൊണ്ടിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ ജീവിതം തുടങ്ങാനുള്ള കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഭയങ്കരമായിട്ടുള്ള അലിയാരുടെ പുതിയൊരു പരിപാടിയാണ്. കാരണം ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ട് ആ തുടങ്ങുന്നുള്ള നാടൻ തുടങ്ങി കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കുക, അവസാനിച്ച അവിടെ കൊണ്ട് അവസാനിച്ചില്ലേ. അപ്പൊ അലീക്ക പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് ഭയങ്കര രസമുണ്ട്. അത് നിങ്ങൾ ഓരോ ഇതിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് അവിടെ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കല്ല, ഇനി അത് പിടിക്കാണോ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നത് അവിടെ അതിലേക്കുള്ള യാത്ര സ്റ്റാർട്ടിങ് ആവണം. അപ്പോ മിക്കവാറും ഇന്നത്തെ ഷോ ഫെബ്രുവരി 17 ഇറ്റ്ഫോക്കിലെ ഈ ഷോ ഇവിടുത്തെ ഒരു അവസാനമാണ്. പക്ഷെ ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അടുത്തൊരു തുടക്കമാണ്. ഇനിയിപ്പോ 2 മാസത്തേക്ക് ആ സമയം എടുക്കണം. അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങളൊന്ന് റെഡി ആവാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒന്ന് ഗ്യാപ്പിടാൻ പോവാ. ആ ഗ്യാപ്പിനുള്ള അടുത്ത തുറവി എന്ന് പറയുന്നത് ഇനി പാപ്പിസോറ ഒരു ഏട്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ആക്ടിങ് സ്കില്ല് മാത്രല്ല. ഈ സ്ക്രിപ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാട്ടോ നമ്മള് ശരിക്കും ഒരു 3/4 ഭാഗത്തോളം എത്തിക്കഴിഞ്ഞപ്പോ ഞാനിരുന്ന് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ ഇരുന്ന് വായിച്ചു നോക്കിയപ്പോ അബ്സേർഡിന്റെ എന്ന് പറഞ്ഞ ഇത് ഈ പ്രോസസ്സ് കാണാണ്ട് അല്ലെങ്കിൽ നാടകം കാണാണ്ട് ഇത് വായിച്ചു നോക്കുന്ന ആള് ഒന്നും മനസ്സിലാവില്ല. അരി, പഞ്ചസാര, പച്ചമുളക് ഉച്ചയ്ക്കോ ഇതെന്തെന്നാ ഇതൊക്കെ എഴുതി വെച്ചിരിക്കണേ, ഇത്ര പൊട്ട സ്ക്രിപ്റ്റോ എന്നൊക്കെ തോന്നും. പൊട്ട എന്നല്ല ഞാൻ ചോദിക്കട്ടെ, സംവിധായികയും കൂടിയിട്ടാണല്ലോ. ഇപ്പൊ ടെക്സ്റ്റുകള് ഇവിടെ നാടകത്തിന്റെ പണ്ടൊക്കെ നാടകത്തിന്റെ ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും പിന്നീട് അത് പെർഫോമൻസിലേക്ക് ലിറ്ററേച്ചർ ആയിട്ട് തന്നെ നിൽക്കുന്ന ടെക്സ്റ്റുകളാണല്ലോ നാടകത്തിന് ഉണ്ടായിട്ടുള്ള. ഇപ്പോഴും പുസ്തകങ്ങളായിട്ട് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ. ഇത് വേറൊരു ഫോമിലാണ് നമ്മൾ നാടകം ചെയ്യുന്നത്. അപ്പൊ അത്തരം ടെക്സ്റ്റ് വെച്ചിട്ട് സംവിധാനം ചെയ്യുന്നതും ഈ ഇങ്ങനെ കളിച്ച് രൂപപ്പെടുന്ന ഒരു നാടകമൊക്കെ തമ്മിൽ എന്തൊക്കെയാ ഒരു സംവിധായകരുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാ വ്യത്യാസം തോന്നിയേക്കുന്നത്? ഈ എഴുതപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റില് നമുക്ക് അതിനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ആ വിഷയത്തിന്റെ ഉള്ളിലാണ്. ഇപ്പൊ അതിന് ഇംപ്രവൈസ് ചെയ്യാം, നമുക്ക് ഇംപ്രവൈസേഷന്റെ സാധ്യതകളാണ്. അവിടെ അത് അവസാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു വിഷയത്തിനെ എടുത്ത് അതിനൊരു രംഗഭാഷ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു സംവിധായകൻ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംവിധായകൻ ഒരു വായന ഉണ്ടാവും, ആ വായന ആക്ടേഴ്സിനൊരു വായന ഉണ്ടാവും ഈ സെയിം സ്ക്രിപ്റ്റിന്റെ. അപ്പൊ ഈ വായനകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മിക്കവാറും സംവിധായകന്റെ വായനയ്ക്ക് അനുസരിച്ചാവും ആക്ടേഴ്സ് ആദ്യം വർക്ക് ചെയ്തു തുടങ്ങുക. പിന്നീടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാനവും ഒരു ഏരിയയും വായനയൊക്കെ രൂപീകരിച്ച് എടുക്കാൻ പറ്റുന്നത്. റിഹേഴ്സൽ പൂർണ്ണമാകുന്നതോടുകൂടിയാണ് ആക്ടറിലൊരു രൂപം വരുന്നത്. ഡയറക്ടർക്ക് ഓൾറെഡി ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ടെക്സ്റ്റിന്റെ ബേസിലുള്ള ഹോൾ പെർഫോമൻസിന്റെ ഒരു നേരത്തെ ഉള്ള ഓവർവ്യൂ എന്തായാലും ഡയറക്ടർക്ക് ഉണ്ടാവണം. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ല. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഇനിയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ധാരണ ഉണ്ട്. അപ്പൊ അതിലുള്ള ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഡയറക്ടർ മാത്രം ആവുകയല്ല, ഡയറക്ടർ പെർസ്പെക്റ്റീവ് മാത്രം ആവുകയല്ല, ഡയറക്ടർക്ക് ആക്ടറുടെ അടുത്തുനിന്ന് എന്താണ് വരുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബോണ്ടിൽ നിന്നാണ്, ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഇത് ഡെവലപ്പായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് അത് എന്താ പറയാ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവുന്നുണ്ട് ആർട്ടിസ്റ്റ് ഈ ടൈപ്പില് എന്ന് എനിക്ക് തോന്നുന്നു. അവർക്കാരും അവിടെ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ പറ്റുന്ന ശരിയാവോ, ഇതിങ്ങനെയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിപ്പോ അഭിപ്രായം ചോദിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള കുറെ പ്ലേകൾ ഉണ്ട്, ഓരോന്നിനും ഓരോ ശൈലികളും ഒക്കെ ഉണ്ട്. ഇന്നലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഇന്നലത്തേക്ക് വേണ്ടിട്ട് എന്തെല്ലാം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടല്ലേ? അത് ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് നാടകത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് സ്ഥിരം ഒരേ ഡയലോഗ് ഒരേ സാധനങ്ങൾ ഇങ്ങനെ കളിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മടുക്കും. മടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാവുമെങ്കിലും ഇവിടെ മറ്റൊരു സാധ്യതയുണ്ട്. ഒരേ ഡയലോഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ ഒരു മനോധർമ്മം എന്താണോ അതിനുള്ള ഒരു ഇടം എപ്പോഴും വരുന്നുണ്ട്. കാര്യം നമുക്കറിയാം ഇതിൻ്റെ ഇപ്പോൾ എപ്പോഴും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ എഴുത്തുകാരനെ നമ്മളെപ്പോഴും
ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ആ എഴുതപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിനെ ട്രേസ് ചെയ്യുക, അതിൻ്റെ ഒരു പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വായിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണോ അതെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പ്രോസസ്സിൽ അങ്ങനെ ഇല്ല. നമ്മൾക്ക് അറിയാം, ഓക്കെ ദിസ് ഇസ് ദ തിങ്, മൊമെന്റിലാണ്. അതെ അതെ, നമുക്ക് എല്ലാം അറിയാം. അതിന്റെ വലിയൊരു ഗുണം ഫീൽ ചെയ്യുന്നുണ്ട്. നടനാണല്ലോ നാടകത്തിന് തീരുമാനിക്കുന്നത്, ആക്ടറാണല്ലോ തീരുമാനിക്കുന്നത്. എത്രയൊക്കെ സംവിധായകരുണ്ടെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, ആക്ടറാണ് നാടകത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ക്രൈസിസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന നാടകം പ്രാന്താണ്, അതിന്റെ വിട്ടുള്ള കളിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു തൊഴിൽ മാത്രമല്ല ജീവിതവും കൂടിയിട്ടാ. ഒരു ആക്ടറിനെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എഫേർട്സ് ഉണ്ടായിരുന്നില്ല. അതായത് മുമ്പിൽ ഇങ്ങനെ കെട്ടേണ്ട ലൈറ്റിനുള്ള സാധ്യത ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ കളിക്കുമ്പോൾ. ഇതിന് ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, അത് തരുന്ന സംഘാടകരുടെ അടുത്ത് അടി കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഡയറക്ടർക്കുള്ള സങ്കടമുണ്ട്, ലൈറ്റ് ഡിസൈനർക്കുള്ള സങ്കടമുണ്ട്. ഇത് പക്ഷെ ഇവരുടെയൊക്കെ സങ്കടത്തിനെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് നടനാണ്. നടന്റെ ശരീരത്തിലാണ് നാടകം നടക്കുക. നടന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ആ എഫോർട്സിൽ അതിനെ ഗതികേടാക്കാം, കോമഡി ആക്കാം, റിയാലിറ്റി ആക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു മികച്ച നടനാന്നുള്ളൊരു ഇതെനിക്കില്ല. കാരണം ഞാൻ നാടകമാണ് ജീവനെങ്കിലും നടനം എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കുട്ടികളുടെ നടനത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ലൈറ്റ് വേറൊരു പരിപാടിയാണ്. ഞാൻ അഭിനയം എനിക്ക് ഭയങ്കര ശരീരം എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ മികച്ച നടനാവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതിന് കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി നടന് സ്വാതന്ത്ര്യം കിട്ടുന്ന സംവിധായക ഇതുണ്ടല്ലോ, സങ്കല്പമുണ്ടല്ലോ, അത് കുറവാണ് നമ്മുടെ നാട്ടിൽ. മിക്കവാറും പലരുടെയും മറ്റുള്ള മിക്കവാറും നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു പഴയ സ്കൂളിങ്, സംവിധായകർ ഒരു പഴയ സ്കൂളിങ്, ഇവര് അധികാരികളാണ്. ഇവരുടെ മുമ്പിൽ പോയിട്ട് നമ്മള് എനിക്ക് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഞാൻ നിൽക്കില്ല. എനിക്ക് ഓക്കെ ആവാത്ത സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അധികാരം എവിടെ നിന്നാണോ അതെനിക്ക് പെട്ടെന്ന് കിട്ടും. ചിലപ്പോ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിൽ ഇടപെടുന്ന വേണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് നിങ്ങളുടെ വാക്കിൽ പെട്ടെന്ന് അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാണോ വരാൻ പറ്റുന്നത്, സങ്കടമാണോ വരാൻ പറ്റുന്നത്, അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഒരു പെരുമാറ്റം നാടകമാണ്. എല്ലാവരും പെരുമാറ്റം, നമ്മളും നാടകം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഈ നാടകത്തിൽ നമ്മള് എനിക്ക് രസമുള്ള കാര്യം ഇതിനെ ഒബ്സർവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓരോ ആളുകളുടെയും ബോഡി ലാംഗ്വേജ്. ഇപ്പൊ ഞാൻ സീരിയസ്ലി പറയുന്നത്, ഞാൻ ഭയങ്കര കൗതുകപൂർവ്വം കാത്തിരുന്നൊരു സമയമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സ്ഥലം. അതെനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആളെ കൊണ്ട് ഞാൻ ഇത്ര സംസാരിക്കാനായിട്ട് അറിയാം, സംസാരിക്കാൻ മെനക്കെടാത്ത ആളാ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ സംസാരിപ്പിക്കും. നല്ല കോയാക്ടറാണ് നിങ്ങള്. ഓക്കെ, സംസാരിപ്പിക്കാനായിട്ട് നല്ലൊരു ശേഷി. ഇതേപോലെ തന്നെയാണ് നടനും. ഇത് ഈ ഒരു സാധ്യതയെ ഇവിടുത്തെ പല സംവിധായകന്മാരും അവരധികാരം വെച്ച് ഇല്ലാണ്ടാവും. അത് ഞാൻ പിടിച്ച പിടിയിൽ അവിടെ നിന്നാൽ മതി, ആ അധികാരത്തിന്റെ താഴെ അവിടെ നിന്ന് കളിച്ചാൽ മതി. അപ്പൊ നടന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധ്യത കൊടുക്കുന്ന ഇടങ്ങള് കുറവാണ് നിലവിലുള്ള പഠനങ്ങളില്. അതല്ലാത്ത ഇടങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ മികച്ച നടനാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലാതെ തന്നെ ഞാൻ അതിനൊക്കെ എനിക്ക് ഇപ്പോ ഞാൻ പാവകളിലേക്ക് വന്നത് അതുകൊണ്ട് ഞാൻ ഇതിന് മുഴുവൻ ശരീരം അഭിനയിപ്പിച്ച് കഷ്ടപ്പെടുന്നു. എൻ്റെ രണ്ടുപേരിലും കൈയുണ്ടെങ്കിൽ എനിക്ക് ഈ ശരീരം കൊണ്ട് എന്താണോ ചെയ്യിക്കാൻ പറ്റുന്നത്, ഞാനൊരു പാവകളിക്കാരനാണ്, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്നൊക്കെ പറയാനുള്ള കഥ എനിക്ക് കൈകൊണ്ട് കാണിക്കാൻ പറ്റും. മാളുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു, മാളുവിൻ്റെ ശരീരത്തിൽ ഞാൻ ഈ പാവ്യം കൊണ്ട് നടക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നതും മാളുവിനോട് വർത്തമാനം പറയുന്നതൊക്കെ ഇത്രയും ഭാഗം മതി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നടനത്തിന്റെ വേറൊരു കുൽസിത പരിപാടിയാണത്, വേറൊരു വഴിയാണത്. എല്ലാം മുഖത്ത് വരുന്ന ഭാവങ്ങളോ എല്ലാം കൃഷ്ണമണിയിൽ മാത്രം സംഭവിക്കുന്ന ഇടങ്ങളോ മാത്രമല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് നാടകങ്ങളെ വായിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ അഭിനയ സങ്കല്പം എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പത്തിനെ ഞാൻ ഇത്തിരി, കാരണം അങ്ങനത്തെ ശാസ്ത്രങ്ങളോട് അങ്ങനത്തെ ഇതിനോട് എനിക്ക് അത്രയ്ക്ക് വലിയ പ്രതിപത്തി ഇല്ല. പറ്റി പറഞ്ഞപ്പോഴേ, ഇത് കൂടുതൽ സ്വീകരിക്കുന്നത് കുട്ടികളാണോ മുതിർന്നവരാണോ? കുട്ടിത്തമാണ് സ്വീകരിക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ എന്താ പറയാ 1-2 വയസ്സായിട്ടുള്ള അങ്ങനെയല്ല ഞാൻ കുട്ടികൾ എന്ന് പറയുന്നത്. എല്ലാവരും കുട്ടികളുണ്ട്, കുട്ടിത്തുണ്ട്.
ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും രസമായിട്ട് ഞാൻ പാവകളി കാണുന്നത് ഈ കുറച്ചുകൂടി വയസ്സായിട്ടുള്ള അമ്മമാർ, കുട്ടികൾ കാണുന്നതിനേക്കാൾ രസമായിട്ട് ഈ അമ്മമാരും കുറച്ചുകൂടി വയസ്സായിട്ടുള്ള ആൾക്കാർ ഇവര് വയസ്സാവുന്നതോടുകൂടി കുട്ടിത്തത്തിലേക്ക് തിരിച്ചെത്തുന്ന ഇതുണ്ട്. ആ കുട്ടിത്തം സ്വീകരിക്കുന്നുണ്ടല്ലോ, അവരെ ചിരി തരുന്ന മൈലേജ് ചില്ലറല്ല, അവര് ശ്രദ്ധ തരുന്ന, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നു. അതിലിപ്പോ കമന്റുകളൊക്കെ ഉണ്ടാവും, പല പല നമുക്കൊക്കെ പിടികിട്ടാത്ത കമന്റുകളൊക്കെ ഉണ്ടാവും. ആ കുട്ടിത്താണ് ഈ പാവകളീനെ വാച്ച് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആ കുട്ടിത്തത്തെ ഞാൻ കുട്ടികളെ മാത്രമല്ല ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, ആളുകൾക്ക് കുട്ടിത്തത്തിനും കൂടിയാണ് അതിന് മുമ്പിലേക്കാണ് നമ്മൾ കളി വെച്ചു കൊടുക്കുന്നത്. അപ്പൊ കുട്ടിത്തത്തിന് കളി ഭയങ്കര ഇഷ്ടമാണ്. കളി പഠിക്കലും കൂടിയാണ്, വെറുതെ കളിച്ച് കളയിലും മാത്രമല്ല, ജീവിതം പഠിച്ചു തുടങ്ങുകയാണ്, അറിവുകൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ കളി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അതൊക്കെ ഈ പാവകളുടെ അകത്തൂടെ എല്ലാ കളികളിൽ കൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിപ്പോ ഈ പറഞ്ഞ ഒരു കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുടെ കുട്ടിത്തള്ള മനസ്സുണ്ടെങ്കിൽ അന്നോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. എന്തോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു വന്ന കാര്യം, അതായത് അതിലുള്ളൊരു ഓൾഡ് സ്കൂളിംഗ് ഉണ്ട്. ഞാൻ വരച്ച എനിക്കൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ശരിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെയുള്ള ഒരു പാനൽ ഡിസ്കഷനിൽ രാജരാജേശ്വരി നിരീക്ഷ സ്ത്രീ നാടകവേദിയിൽ അവരായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഫാസിസത്തിനെ പറ്റി ഇതിലേറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, ഞാൻ നേരത്തെ എൻ്റെ നടന ശരി എന്നുള്ളത് എൻ്റെ ശരീരം ആണിൻ്റെ ആണ്. ഒരു ആണ്ട് ശരീരത്തിനേക്കാൾ അത് ഭീകരമാണ് ഒരു പെണ്ണിന് ഇങ്ങനെയുള്ള സ്പേസിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അതിന്റെ അകത്തേക്ക് വരാനായിട്ട് നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളത്. ശരിക്കും ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 2 പ്ലേകളിലാണ് ഇപ്പോ പ്ലേ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഇപ്പോൾ രാജേച്ചി പറഞ്ഞൊരു വിഷയമുണ്ട്, നമ്മൾ ഫാസിസത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മെയിൻ പ്രൊപ്പഗാൻഡ നമ്മളതിനെ വളരെ ശക്തമായിട്ട് കലകളിൽ കൂടെ എതിർക്കുന്നുണ്ട്. അതേ കല ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഉള്ളിലുള്ള ഫാസിസത്തിന് തിരിച്ചറിയാതെ കലയിലൂടെ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ അവരുടെ വർക്ക് ഓഫ് ആർട്ട് കാണുന്ന സമയത്ത് വാവ് ഗ്രേറ്റ് ബ്രില്യൻ്റ് ആർട്ട് വർക്ക് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ റിഹേഴ്സൽ സ്പേസുകളാവട്ടെ, അവിടെയുള്ള ശാഠ്യം പിടിക്കൽ അല്ലെങ്കിൽ അവിടെയുള്ള മനസ്സിലാക്കാതിരിക്കലുകളുണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മളെ ബോഡി മാത്രമായിട്ട് ചുരുക്കുന്ന ഒരു ഏരിയ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ആർട്ടായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവരാരും ബേസിക്കലി മോശം മനുഷ്യരോ ഒന്നും ആയിട്ടില്ല, അവർ ബെറ്റർ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷേ ഈ ഒരു പൊസിഷനിലോട്ട് എത്തുന്ന സമയത്ത് അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളുണ്ട്. അത് ഡയറക്ടേഴ്സ്, പ്രത്യേകിച്ച് മലയാള നാടക വേദിയിൽ ഈ മെയിൽ ഡയറക്ടേഴ്സാണ് കൂടുതൽ. നിർഭാഗ്യവശാൽ ഇവിടെ സ്ത്രീ നാടകം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്കത് ഈ ഡിക്റ്റേറ്റർഷിപ്പ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അതിന് വീണ്ടും വീണ്ടും പോയി തലവെച്ച് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര വിഷമവും സ്ട്രഗിളും അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ 1-2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു നാടകത്തിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓൺ നറേഷൻ. നമുക്ക് മറ്റേത് സ്ത്രീ, ഇപ്പം കക്കുകളി ഞാൻ ചെയ്തിരുന്നു, കക്കുകളിയിൽ ഞാനാണ് ഒരു സെൻട്രൽ ക്യാരക്ടറിൽ വരുന്നത്. പക്ഷെ അതൊരിക്കലും എനിക്കൊരു സ്ത്രീപക്ഷ, അതിൽ നദാരിയ എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. ഒരു സ്ത്രീപക്ഷ നറേഷനാണ് അതിൻ്റെ. എനിക്ക് തന്നെ ഒരു സ്ത്രീപക്ഷ നാടകമായിട്ടല്ല പക്ഷേ ഫീൽ ചെയ്ത് ആസ് ആൻ ആക്ടർ അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ ഹൈറാർക്കികളും പരിപാടികളും പ്രൊപ്പഗാൻഡയും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മുടെ നറേഷൻ അത് വരുന്ന സമയത്താണ്. അതല്ലാതെ ഇപ്പം എല്ലാവരും ഇതിനെ ടാഗ് ലൈനായിട്ട് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറയും സ്ത്രീപക്ഷമാണ്. യഥാർത്ഥം അതല്ലേ അല്ല, അല്ല ഒരിക്കലും അത് ആവാനും പറ്റില്ലല്ലോ. കാര്യം ഈ മെയിൽ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ശാഠ്യം പിടിച്ച് നിന്നുകൊണ്ട് സ്ത്രീപക്ഷം പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ഓൺ പുതിയ നറേഷനുകളെ കൊണ്ടുവരിക, അതിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. ഇപ്പം നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞു വന്ന ഇപ്പം അവിടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. സ്കൂളിൽ ഒരുപാട് പെൺകുട്ടികൾ മുമ്പത്തെ അപേക്ഷിച്ചിട്ട് പെൺകുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഡയറക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടക്കമിട്ടിട്ടുള്ള കുറേ പേരുണ്ട്. നല്ലൊരു കാലഘട്ടമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു പ്രാക്ടീസിലോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇനി എന്നാണ് ഡെലിവറി ഡേറ്റ് ഒക്കെ? എന്നാ? May 6th ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കൂടി
ആലപ്പുഴയിൽ തന്നെ ആവും. അവിടെയാണ് എൻ്റെ അമ്മ ചേച്ചിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അതായിരിക്കും സൗകര്യം. അതെ അതെ അതെ. അപ്പൊ പുതിയ ആള് വന്നതിന് ശേഷം നമ്മുടെ സംസാരവും തുടരും. അതെ, പാപ്പി സോറേ ടൂവുമായി അടുത്ത നാടകം നമുക്ക് അവിടെ. താങ്ക് യു. Thank you so much for coming and watching the play and for talking with us.